ഗ്രൂപ്പിലെ ബിസ്മിയാണ്. ഒരുപാട് കാലമായിട്ട് ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ അവരുടെ കൃഷി ഒന്ന് പഠിക്കാൻ വേണ്ടി നമ്മളൊരു ആദരവിന് അർഹമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ചെയ്തിരുന്നു. അപ്പോൾ മെയിനായിട്ട് ഇങ്ങനെ ഇതിൽ വരാനുള്ള താല്പര്യം, ഇങ്ങനെ ഈ ഒരു കൃഷിയിലേക്ക് വരാനുള്ള താല്പര്യം എന്തായിരുന്നു? കൃഷിയിലേക്ക് വരാനുള്ള താല്പര്യം എൻ്റെ ഒരു മൂത്ത ചേച്ചി ആക്സിഡന്റ് മരിച്ചു പോയതാണ് 36 വയസ്സുള്ളപ്പോൾ. ആ ചേച്ചി മരിച്ച ഒരു സങ്കടം മാറാനായിട്ടാണ് കൃഷിയിലേക്ക് വന്നത്. പക്ഷെ അത് ഇന്നിപ്പോൾ ഒരു 5.5 ലക്ഷത്തിലധികം കർഷകരെ വളർത്തിയെടുക്കാനുള്ള ഒരു പ്രചോദനമായിട്ട് മാറി എല്ലാ ജില്ലകളിലും. പിന്നെ 10 രൂപയെന്ന് തുടങ്ങിയ ഒരു സംരംഭം ഇത്രയും വലിയൊരു നഴ്സറി വിപുലീകരിക്കാൻ വളരെ ഇങ്ങനെ ഒരു മെസ്സേജ് എനിക്ക് കിട്ടിയില്ല. കാരണം 10 രൂപയിൽ നിന്ന് തുടങ്ങിയിട്ട് ലക്ഷങ്ങൾക്ക് എത്തിക്കാൻ. സാധാരണ ഞാനുള്ള നഴ്സറികൾ, നമ്മുടെ കേരളത്തിലുള്ള നഴ്സറികളൊക്കെ 10 ലക്ഷത്തിൽ നിന്ന് തുടങ്ങിയിട്ട് 8 ലക്ഷം, 7 ലക്ഷം, 6 ലക്ഷം, 1 ലക്ഷം പൂട്ട് അങ്ങനെയാണ് കിട്ടില്ല. പക്ഷെ ഇത് നല്ലൊരു സംരംഭമായിട്ടുണ്ട്. വളരെ ഇഷ്ടപ്പെട്ടു എനിക്ക്. എന്താ പറയാ, ഇല കുത്തി പിടിപ്പിക്കുന്ന രീതികളെല്ലാം ഇതുപോലെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക ചെയ്യുന്നത്. തണ്ട് കുത്തി പിടിപ്പിക്കാനും എല്ലാം. ഇവിടെ എന്തെങ്കിലും അടുത്ത് ബുദ്ധിമുട്ടി വരണ്ടേ? അത് കുഴപ്പമില്ല, എനിക്ക് പ്രശ്നമല്ല. വേറെ ഇത് കാഞ്ഞിരപ്പള്ളി ഭാഗത്താണ്, കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയിലാണ് നമ്മളെ ബിസ്മിയുടെ ഈ ഒരു കൃഷികളുള്ളത്. കുത്തി നമ്മൾ ഇതുപോലെ തൈയാക്കും. ഇപ്പൊ എത്ര ഇലയുണ്ടോ അത്രയും തൈകളായിട്ട് നമുക്ക് കിട്ടും. ഇത് കണ്ടോ, പിടിയുന്ന തൈയാകും. ഇങ്ങനെയാണ് നമ്മൾ ഈ CC പ്ലാന്റ് എന്നൊക്കെ പറയുന്ന ചെടികള് ഉൽപ്പാദിപ്പിക്കുക. ഇപ്പൊ ഇതൊക്കെ ഇല നമ്മൾ വേസ്റ്റ് ആയി പോകുന്നതല്ലേ, അതും തൈയാകും. ഇത് കണ്ട ഏതൊക്കെ ഇലകളാണ് ഇങ്ങനെ നമുക്ക് തൈയായിട്ട്? കട്ടിയുള്ള ഒരുമാതിരിയുള്ള ഇലകളെല്ലാം നമുക്ക് തൈകളാക്കാം. പിന്നെ ഈ അഗ്ലോണിമ വെറൈറ്റീസ് ഒക്കെ ഇല്ലേ, ഇതൊക്കെയാണെങ്കിലും നമ്മൾ ഈ ചെറിയ ഇതേ തന്നെ നമുക്ക് പിടിപ്പിക്കും. അഗ്ലോണിമ ഇതെല്ലാം പിടിച്ചു ഇലയാ, ഇല കുത്തി നമുക്ക് ഒരു ഇലയുണ്ട്, ഒരു തൈയാണ്. ഒരു 100 രൂപ 50 രൂപ കിട്ടിയാലും നമുക്ക് നഷ്ടമില്ല.